പഴയ ഇരുചക്ര വാഹനങ്ങളുടെ ഭാഗങ്ങൾ ഉപയോഗിച്ച് കുട്ടി ജീപ്പ് ഉണ്ടാക്കിയിരിക്കുകയാണ് തിരുവൻവണ്ടൂർ സ്വദേശി മാത്യു ടി കുര്യൻ. മോട്ടോർ വാഹന വകുപ്പിന്റെ അനുമതി ലഭ്യമല്ലാത്തതിനാൽ സ്വന്തം കട്ടക്കമ്പനിയുടെ വളപ്പിലാണ് രണ്ടുപേർക്ക് മാത്രം ഇരിക്കാവുന്ന ജീപ്പുമായി മാത്യുവിന്റെ സഞ്ചാരം. ഹോണ്ട ആക്ടീവയുടെ എഞ്ചിനും പിന്നെ മറ്റു വാഹനങ്ങളുടെ ആക്രി സാധനങ്ങളും ഉപയോഗിച്ച് ജീപ്പ് നിർമ്മിച്ച് തിരുവൻവണ്ടൂർ തോപ്പിൽ വീട്ടിൽ മാത്യു ടി കുര്യൻ എന്ന 58-കാരനാണ് ഇപ്പോൾ നാട്ടുകാരുടെ മുമ്പിൽ ഹീറോ. 22 വർഷത്തെ പ്രവാസ ജീവിതത്തിന് ശേഷം നാട്ടിലെത്തി സിമന്റ് കട്ട കമ്പനി നടത്തുകയാണ് മാത്യു ടി കുര്യൻ. കോവിഡ് ലോക്ക്ഡൌൺ കാലത്താണ് ആക്രി സാധനങ്ങൾ ഉപയോഗിച്ച് ജീപ്പ് നിർമ്മിക്കുക എന്ന ആഗ്രഹം ഇലക്ട്രീഷ്യൻ കൂടിയായ മാത്യു ടി കുര്യന് തോന്നിയത്. തുടർന്ന് 4000 രൂപയ്ക്ക് ആക്രിക്കടയിൽ നിന്നും ഹോണ്ട ആക്ടീവയുടെ എഞ്ചിൻ സംഘടിപ്പിച്ചു. വാഹനത്തിന് ആവശ്യമായ ടയറുകൾ ഉൾപ്പെടെയുള്ളവയും ആക്രിക്കടകളിൽ നിന്ന് തന്നെ വാങ്ങി. 40,000-ഓളം രൂപയാണ് രണ്ടുപേർക്ക് സഞ്ചരിക്കാവുന്ന ജീപ്പ് നിർമ്മാണത്തിനായി ചെലവായത്. 2 മാസക്കാലം കൊണ്ട് നിർമ്മാണം പൂർണ്ണമായും മാത്യു ടി കുര്യൻ തന്നെയാണ് ചെയ്തതും. നമ്മുടെ കൊറോണ സമയത്ത് ടൈം പാസിന് വേണ്ടി ഇങ്ങനെ ആലോചിച്ചപ്പം ഇങ്ങനെ ഒരു ഐഡിയ നമ്മുടെ മനസ്സിൽ വന്നു. അതുകൊണ്ട് നമ്മൾ പലയിടത്തുനിന്ന് ഈ സാധനങ്ങൾ എടുത്ത് നമ്മൾ തന്നെ എല്ലാം റെഡിയാക്കുകയായിരുന്നു. പഴയൊരു ആക്റ്റീവ വാങ്ങിച്ചു, അതിൻ്റെ എഞ്ചിൻ എടുത്ത് അതുപോലെ കയറ്റി ബാക്കി മെയിൻ്റനൻസ് എല്ലാം ബോഡി വർക്കെല്ലാം നമ്മൾ തന്നെയാണ് ചെയ്ത്. പിന്നെ ഇത് വെച്ചു. പിന്നെ ഇത് പറഞ്ഞ വെഹിക്കിൾ ഇൻസ്പെക്ടർ അനുവാദം ഇല്ലാതെ റോഡിൽ ഇറക്കാൻ പറ്റത്തില്ല. അതുകൊണ്ട് നമ്മൾ റോഡിൽ ഇറക്കത്തില്ല. ഇതിനെന്ത് ചിലവ് വന്നു? ഇതിനെല്ലാം ഒരു 10-25,000 രൂപ ചിലവ് വന്നിട്ടുള്ളൂ. സ്വന്തമായിട്ട് തന്നെ പണിയായിരുന്നു. മൊത്തം വെൽഡിങ് എല്ലാം നമ്മൾ തന്നെ സ്വന്തമായിട്ട് തന്നെ ചെയ്യായിരുന്നു. എത്ര കിലോമീറ്റർ വേഗത കിട്ടും? ഇത് നമ്മൾ ആക്റ്റീവായിട്ട് ഒരു പകുതി 40 കിലോമീറ്റർ സ്പീഡ് കിട്ടും. പക്ഷെ 40 കിട്ടാൽ ഇത് ചെറിയ വണ്ടി അതുകൊണ്ട് കൈ നിൽക്കത്തില്ല. അതുകൊണ്ട് സ്പീഡ് കുറച്ചിട്ടേക്കുക. ഇതുപോലെ പുതിയ എന്തെങ്കിലും ആശയങ്ങൾ ഉണ്ടോ? ആശയങ്ങൾ ഒത്തിരി എളുപ്പമുണ്ട്. നിങ്ങൾ ടൈം കിട്ടത്തില്ല. ടൈം കിട്ടിയാൽ ആശയങ്ങളുണ്ട്. പിന്നെ വീടിനെ തണുക്കാനായിട്ട് ഒരു സ്പ്രിങ്ക്ലർ ഫിറ്റ് ചെയ്തിട്ടുണ്ട്. അത് വീട് മൊത്തം തണുപ്പിക്കാനുള്ള സ്പ്രിങ്ക്ലറാണ്. അത് ചൂടായി കഴിയുമ്പോൾ അതെല്ലാം കൂടെ ഓൺ ചെയ്യുന്ന പറഞ്ഞ് വീട്ടിൽ തണുപ്പാവും. മോട്ടോർ വാഹന വകുപ്പിന്റെ അനുമതിയില്ലാത്തതിനാൽ സ്വന്തം ജീപ്പ് റോഡിലോടിക്കാൻ നിവൃത്തിയില്ല എന്നതു മാത്രമാണ് ആകെയുള്ള വിഷമം. ഓട്ടോമൊബൈൽ രംഗവുമായി യാതൊരു ബന്ധവുമില്ലാത്ത മാത്യു വാഹനങ്ങൾ റിപ്പയർ ചെയ്യുവാൻ വർക്ക്ഷോപ്പിൽ പോകുന്ന സമയങ്ങളിൽ കണ്ടുപഠിച്ചതാണ് ജീപ്പ് നിർമ്മാണത്തിന് പ്രേരണയായത്. വണ്ടി കണ്ട് ഇഷ്ടപ്പെടുന്ന നാട്ടുകാരിൽ ചിലർ ജീപ്പിനായി ഓർഡർ നൽകിയിട്ടുണ്ട്. 40,000 രൂപ മുടക്കാൻ തയ്യാറുള്ള ആർക്കും ജീപ്പ് നിർമ്മിച്ചു നൽകാം എന്നതാണ് മാത്യു ടി കുര്യൻ പറയുന്നത്. ന്യൂസ് ബ്യൂറോ, ചെങ്ങന്നൂർ.